അത് വാക്കിന് ഉപരിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വ്യാവഹാരിക തലത്തിലുള്ള എല്ലാത്തിനെയും പറയാം, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കാം. എന്നാൽ ഈ പാരമാർത്ഥികമായ സത്യത്തെ വാക്കിനെയും പ്രവർത്തിപ്പിക്കുന്ന, കണ്ണിനെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപത്തെ വാക്കുകൊണ്ട് പറയാൻ വയ്യ. അതുകൊണ്ട് എങ്ങനെയാണ് അതിനെ ഉപദേശിക്കേണ്ടത് നമുക്കറിയില്ല. അതാണ് അനുശാസനം കഥം കുര്യാതിഥി. എങ്ങനെ ഇതിനെ ഉപദേശിക്കണം എന്നുള്ളത് അറിയില്ല. പ്രവൃത്തി നിമിത്തം ഭവേ തഥാ വിഷയത്വാദ് ന വിദ്മഃ ന വിജാനീമഃ. പ്രവൃത്തിക്ക് നിമിത്തമായിട്ട് സകല പ്രവൃത്തിക്കും നിമിത്തമായി തീരുന്ന ഇതിനെ കാണുക, കേൾക്കുക തുടങ്ങിയ സകലത്തിനും നിമിത്തഭൂതമായ ഈ സത്യത്തെ എങ്ങനെ വാക്കുകൊണ്ട് ഉപദേശിക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ല. ന വിജാനീമഃ. അഥവാ അല്ലെങ്കിൽ ശ്രോത്രാദീനാം ശ്രോത്രാദിലക്ഷണം ബ്രഹ്മ. ചെവി തുടങ്ങിയവയാകുന്ന ഈ ബ്രഹ്മതത്വത്തെ വിശേഷേണ ദർശയാ, വിശേഷമായിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരൂ എന്ന് ശിഷ്യൻ ആവശ്യപ്പെട്ടപ്പോൾ, ഇത്യുക്തേ എന്ന് പറഞ്ഞപ്പോൾ ആചാര്യ ആഹാ, ഗുരുനാഥൻ പറഞ്ഞു ന ശക്യതേ, സാധിക്കില്ല, ദർശയിതും, നിനക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല. കസ്മാത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റാത്തത്? അറിയാത്തതുകൊണ്ടാണോ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഗുരുനാഥൻ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, നമ്മളോടാണ് പറയണത് എനിക്കിതിനെ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഉടനെ നമ്മളെന്ത് നിഗമനത്തിലെത്തും? കഷ്ടം, ഇയാൾക്ക് വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി, ഇപ്പോഴല്ലേ മനസ്സിലായത് എന്ത് വിവരമില്ല എന്ന്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വേറൊരാളുടെ അടുത്തേക്ക് പോയിക്കോളൂ, വണ്ടി ചെലവും തരും, നീ ഇതും കൂടി വെച്ചോളൂ പോകുമ്പോൾ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ കാലനേമികളുടെയൊക്കെ പിടിയിൽ പെടും. കാലനേമി എന്ത് അല്ലേ? എന്താ കാലനേമി? ഹനുമാൻ മരുന്നിനാ പോയത്, അല്ലാണ്ട് ഉപദേശത്തിനൊന്നും പോയതല്ല. മരുന്ന് വാങ്ങാൻ പോയി ഹിമാലയത്തിൽ. അപ്പോൾ എവിടുന്നാ കിട്ടുക? അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് കാലനേമിയുടെ ആശ്രമത്തിലെടുത്തെത്തിയത്. അപ്പോൾ കാലനേമൻ വരൂ, വന്നിട്ട് വേഗം കുളിച്ച് കൈയും കാലും മുഖം കഴുകി വന്നോളൂ, ഞാൻ മന്ത്രദീക്ഷ തരാമെന്ന്. ഇയാൾ മന്ത്രദീക്ഷയ്ക്ക് പോയതാ? ഇങ്ങനെയുണ്ട് ഒരു കൂട്ടമൊക്കെ, വഴി പോണവർക്കൊക്കെ ഞാൻ മന്ത്രദീക്ഷ തരാം. വഴി പോണവരെ കുറിച്ചിട്ട് ഞാൻ നിനക്ക് അതിനപ്പുറത്തുള്ള ദീക്ഷ തരാം, അതിനും അപ്പുറത്തുള്ള ദീക്ഷ തരാം. ഇതിൽ പെടും. അപ്പോൾ ഒരാൾ പറയും ഞാൻ നിനക്ക് ആത്മതത്വോപദേശം ചെയ്യാം, അതിൽ പോയി വീഴും നമ്മൾ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഉപനിഷത്തിലെ ശിഷ്യരാണ്, യോഗ്യരാണ്. അതുകൊണ്ട് പ്രേത്യാസ്മാൽ ലോകാത് അമൃതാ ഭവന്തി എന്ന് പറഞ്ഞ ഗുരുനാഥൻ അറിഞ്ഞവനാണെന്നറിഞ്ഞതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അതാണ്. അപ്പോഴോ എന്തുണ്ടായി? ന ദർശയിതും സഖ്യ ന തത്ര ചക്ഷുർഗച്ഛതി. അവിടെ കണ്ണ് തുടങ്ങിയവ പോകുന്നില്ല എന്നുള്ളതിന് നേരത്തെ പോലെ തന്നെ അർത്ഥം മനസ്സിലാക്കുക. അത്ര വിശേഷ യഥായത് അനുശിഷ്യാതിഥി. ഇതെങ്ങനെ ഉപദേശിക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ല. യഥായത് അനുശിഷ്യാത് പ്രതിപാദയത്, എങ്ങനെ ഇതിനെ പ്രതിപാദനം ചെയ്യണം, വാക്കുകളിലൂടെ എങ്ങനെ പ്രതിപാദനം ചെയ്യണം എന്ന് അന്യോപി ശിഷ്യാൻ ഇതഃ അനേന വിധിന ഇത്യഭിപ്രായ. മറ്റുള്ള ശിഷ്യന്മാരെയും ഇതിനെ ഇന്ന വിധി കൊണ്ട്, ഇന്ന സമ്പ്രദായത്തെ സ്വീകരിച്ച് ഇന്ന പോലെ ഇതിനെ ഉപദേശിച്ചു കൊടുക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് നമുക്കറിയില്ല. സർവഥാപി ബ്രഹ്മബോധയ, എങ്ങനെയെങ്കിലും ബ്രഹ്മത്തെ ഒന്ന് ബോധിപ്പിക്കൂ എന്ന് വീണ്ടും ശിഷ്യൻ പറയുകയാണ്. ശരി, അറിയില്ല എന്ന് പറഞ്ഞാലെങ്കിലും നിർത്തണ്ടേ? അതില്ല, അത് അറിഞ്ഞേ അടങ്ങി പോകുന്നുള്ള മട്ടില്ല.
സർവധാവി ബോധയ, എങ്ങനെയെങ്കിലും ഒന്ന് ബോധിപ്പിക്കൂ. ഇവിടെ ഈ ബ്രഹ്മ എന്നുള്ള പദം ഭഗവാൻ ഭാഷ്യകാരൻ്റെയാണ്. കാരണം ഇവിടെ ശിഷ്യൻ ബ്രഹ്മത്തെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല, ഉണ്ടോ? ആത്മാവിനെക്കുറിച്ചേ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ അപ്പോൾ ആചാര്യസ്വാമി ഭാഷ്യകാരനാണ് ഇവിടെ ബ്രഹ്മശബ്ദം ഉപയോഗിക്കുന്നത്. കാരണം ഈ അത്രയും ആത്മബ്രഹ്മൈകത്വത്തിൽ ഉറച്ചിരിക്കുന്ന ആചാര്യന് അവ പര്യായവാചികളെ പോലെ അങ്ങ് വന്നുപോകും. അവിടെയാണ് കുഴപ്പം. അവിടെയാണ് കുഴപ്പം. ഭാഷ്യത്തിൽ കുഴപ്പമെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. ആത്മബ്രഹ്മൈക്യത്തിൽ അത്രമാത്രം ഉറച്ച ആചാര്യന് ബ്രഹ്മം എന്ന് പറയേണ്ടടുത്ത് ആത്മാന്നോ, ആത്മാന്ന് പറയേണ്ടടുത്ത് ബ്രഹ്മനാട് വരും. ശരി. അപ്പം ഇവിടെ ആത്മവിഷേകമാണ് പ്രശ്നം. അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ബോധിപ്പിക്കൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇതാ പറയുകയാണ്. എന്താ പറയണത്? അന്യദേവ തദ്വിദിതാത് അധോ അവിദിതാത് അധി ഇത്യാഗമം. അതറിയപ്പെട്ടതിൽ നിന്ന് അന്യമാണ്, അറിയപ്പെടാത്തതിനുപരിയാണ് എന്ന ആഗമത്തെ ഉപദേശിക്കുന്നു. പരമ്പരാപ്രാപ്തമായി ആഗമിച്ചതാണ് ആഗമം. ഗുരു, ശിഷ്യ, പ്രശിഷ്യ, തച്ഛിഷ്യ പരമ്പരയിലൂടെ നമ്മിലേക്ക് ആഗമിച്ചത് നമുക്ക് ആഗമം, വേദം. ആ ആഗമത്തെ പറയുന്നു. എന്താ ആഗമം? അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധി. ഇത് ഹൃദയത്തിൽ വെക്കണേ ഈ മന്ത്രം. ജ്ഞാനോപനിഷത്തൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് 2-3 മന്ത്രമെങ്കിലും ഹൃദയത്തിൽ വേണം. വിദിത അന്യദേവ തത് വിദിതാത് അധോ അവിദിതാത് അധി ഇത് ആഗമം. വിദിത അവിദിതാഭ്യാം അന്യത്വം. വിദിത അവിദിതാഭ്യാം അന്യത്വം. അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യത്വമാണ് ഉപദേശിക്കുന്നത്. ആ അന്യത്വം ഒന്നിനെ സംബന്ധിച്ച് മാത്രമേ ആവൂ, അറിയുന്നവനെ സംബന്ധിച്ച്. ബാക്കിയെല്ലാം ഒന്നുകിൽ അറിയപ്പെട്ടതോ അല്ലെങ്കിൽ അറിയപ്പെടാത്തതോ ആണ്. നമ്മളിവിടെ നാട്ടിൽ പാരിജാതം, പാരിജാതത്തെ അറിയാമോ? അറിയാം. നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ള പുഷ്പം അതാണെന്നാണ് പറയണത്. ഏറ്റവും തീവ്രമായ സുഗന്ധം അതിനെന്നാണ് പറയണത്. അറിയാമോ? അറിയാം. എന്തൊക്കെയാണ് ലക്ഷണം? ഇന്നതൊക്കെയാണ് അതിൻ്റെ ഇല എന്ന പോലെ ഇരിക്കും, അതെന്ന പോലെയൊക്കെ ഇല. ശരി. അപ്പോഴാണ് പറഞ്ഞത് ദേവലോകത്തിൽ പാരിജാതമുണ്ട്, അതറിയാമോ? അതറിയില്ല. അതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് വായിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഇത് വിദിതം, അത് അവിദിതം. അവിദിതം ഇന്ന് വിധിക്രിയയാൽ വിഷയീകരിക്കപ്പെട്ടിട്ടില്ല, അത്രേ പറയുള്ളൂ. നാളെ വിധിക്രിയയാൽ വിഷയീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞൂടാ, പറയാൻ വയ്യ. നാളെ കഷ്ടകാലത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോയി ആരെങ്കിലും അത് കാണിച്ചു തന്നാലോ? ഇല്ലേ? പറയാൻ വയ്യ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഞാൻ കൽപ്പവൃക്ഷം കാണിച്ചു തരാം സ്വാമിക്ക്.
കൽപ്പവൃക്ഷം കാണിച്ചു തരാം. അപ്പോൾ ആഗ്രഹത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ കൽപ്പവൃക്ഷം കാണാം. കൊണ്ടുപോകും അദ്ദേഹം. പക്ഷെ അത് കൽപ്പവൃക്ഷം എവിടുത്തെ കൽപ്പവൃക്ഷ? ഇവിടുത്തെ കൽപ്പവൃക്ഷ, സ്വർഗത്തിലെ അല്ല. 1000 ചില്ലാൻ വയസ്സുള്ള വൃക്ഷമെന്നാണ്. ഒരുപാട് കാലം ജീവിക്കുന്ന വൃക്ഷമാണ്. കേരളത്തിലുണ്ട് അത്രേ. ലിറ്റർ കണക്കിന് വെള്ളം എന്നെടുക്കണ ഇതൊക്കെ ഉണ്ട്. ശുദ്ധവെള്ളമൊക്കെ ഇങ്ങനെ എടുക്കുക തന്നെ മരത്തുനിന്ന്. കണ്ടാൽ കണ്ടു ഇതൊക്കെ തന്നെ. എനിക്ക് കൽപ്പവൃക്ഷം ഏതാണെന്നറിയോ? ഇല്ല. അപ്പം എന്താണോ കണ്ടത് അത് തന്നെ കൽപ്പവൃക്ഷം. അല്ലാണ്ട് എന്നാലും കാണാത്തത് കാണുമ്പോൾ ഒരു സുഖം ഇല്ലേ? അതാണ് അവിദിതം. മരത്തുനിന്ന് അല്ലാണ്ട് പിന്നെ എന്തെന്നാ വെള്ളം? വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നവർ, വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഒരു 10-20 വർഷം ഭൂമിയിൽ വെള്ളം ഇല്ലെങ്കിലും അത് ഉണങ്ങൂല. അത്രയും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള. മനുഷ്യന്മാർ അവിടെയും പോയിട്ട് കുത്തി തുറന്ന് അതിൽ നിന്ന് വെള്ളം എടുക്കുക. കാരണം വലിയ ഔഷധമായതുകൊണ്ട് പല ചികിത്സയ്ക്കും ഉപയോഗിക്കും മനുഷ്യന്മാർ. ശരി, ഇരിക്കട്ടെ. അപ്പം പറഞ്ഞു ഇത്രയേ ഉള്ളൂ. വിദിതം അവിദിതം, അറിയപ്പെട്ടത് അറിയപ്പെടാത്തത്, ഇത് രണ്ടും ദൃശ്യം തന്നെ. ദൃശ്യഭിന്നനായിട്ട് താൻ ഒന്ന് മാത്രം ദൃക്ക്. ദൃശ്യഭിന്നം ഒന്ന് മാത്രം, അത് ദൃക്ക്. വിദിതാവിദിതാഭ്യാം അന്യത്വം, അതൊന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ദൃശ്യമാണ്. ബ്രഹ്മാവിനറിയോ? ഇല്ല, ബ്രഹ്മാവിനറിയില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്താണത്? അവിദിത, അറിയപ്പെടാത്തവരാണ് അല്ലേ? ശ്രീരാമനറിയോ? എനിക്കറിയാം, പരിചയമുണ്ട്. അങ്ങനെ ശ്രീരാമൻ എന്ന പേരുള്ള ഒരാളെ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. ശ്രീകൃഷ്ണനറിയാമോ? ശ്രീകൃഷ്ണനറിയാം. വിദിത. അതല്ല ഞാൻ ചോദിച്ചത്. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉപാസിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ദ്രിയ പ്രത്യക്ഷമായിട്ടില്ല. അവിദിത. പക്ഷെ രണ്ടും ദൃശ്യം. ദൃക്ക് ഞാനൊന്നു മാത്രം. ചിന്തിക്കും. ഇങ്ങനെ ദേവയോനിയാകട്ടെ, മനുഷ്യയോനിയാകട്ടെ, തിര്യഗ്യോനിയാവട്ടെ, ഇനി അചരരാശിയാകട്ടെ, ജഡമെന്ന് പറയുന്നതാകട്ടെ, എന്തോ ആട്ടെ, എല്ലാം ഈ രണ്ട് ശ്രേണിയിൽ പെടും. ഒന്നെങ്കിൽ വിദിതമാകും, അല്ലെങ്കിൽ അവിദിതമാകും. ഇവ രണ്ടിൽ നിന്നും ഭിന്നം ഒന്ന് മാത്രം, അത് വേത്ത, ഞാൻ, കാണുന്ന ഞാൻ. കാണുന്ന ഞാൻ. അതഃ സർവാത്മനഃ ജ്ഞാതുഃ ജ്ഞാത്രന്തരാഭാവാത് വിദിതാദന്യത്വം. അതുകൊണ്ട് സർവാത്മാവായിരിക്കുന്ന ജ്ഞാതാവ് ആ ജ്ഞാതാവിൽ നിന്ന് ഭിന്നമായി മറ്റൊരറിയുന്നവനില്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടതിൽ നിന്ന് അത് ഭിന്നമാണ്. അറിയപ്പെട്ടതല്ലാതെ. അല്ലെങ്കിൽ ഒരു ജ്ഞാതാവ് വേറെ, മറ്റൊന്ന് വേറെ അറിയപ്പെടുക, അതിനറിയുന്നവൻ വേറെ, അതിനറിയുന്നവൻ വേറെ, അങ്ങനെ പോകും. അത് അനവസ്ഥയായിട്ട് പോകും. അപ്പോൾ ഇതിനൊക്കെ അറിഞ്ഞവനാണ് ഞാൻ എന്ന് പറഞ്ഞു. ശരി, സന്തോഷം. അപ്പോൾ ഉപാധിഗതമായിട്ട് അതിനെ മനസ്സിലാക്കിയാൽ അത് അറിയപ്പെട്ടതായി. അപ്പോൾ അതിൻ്റെ അറിയുന്നവൻ ആരെന്ന് ചോദ്യം വരും. അങ്ങനെ 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 പോകും. അപ്പോൾ ആത്മഭിന്നമായിട്ട് ദ്രഷ്ടുഭിന്നമായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ദൃശ്യപ്രപഞ്ചം. ആ ദൃശ്യം ഒന്നുകിൽ വിദിതമാകാം, അല്ലെങ്കിൽ അവിദിതമാകാം. രണ്ടിലൊന്നും ഭിന്നൻ ഒന്ന് മാത്രം, അറിയുന്നവൻ. അതാണ് സ വേത്തി വേദ്യം ന ച തസ്യാസ്തി വേത്ത. അവൻ എല്ലാ വേദ്യത്തെയും അറിയുന്നു, അവനെ അറിയുന്നവനില്ല.
ന തസ്യാസ്തി വേത്ത. അവൻ അറിയുന്നവനിൽ. എന്തുകൊണ്ടില്ല? അവൻ തന്നെയാണ് അറിയുന്നവൻ. അറിയുന്നവനെ അറിയുന്നവൻ വേറെ ആരുമില്ല. അറിയപ്പെടുന്നതേ ഉള്ളൂ. വിജ്ഞാതാരമരേ കേന വിജാനീയാത്. ഈ അറിയുന്നവനെ എന്തുകൊണ്ടറിയും? അറിയുന്നവനെ എന്തുകൊണ്ടറിയും? അല്ലയോ പ്രിയപ്പെട്ടവളെ? ഇത് മന്ത്രവർണ്ണാത് എന്ന മന്ത്രവർണ്ണം കൊണ്ട്, മന്ത്രം കൊണ്ട്, ശ്വേതാശ്വതര മന്ത്രമാണ്. വിജ്ഞാതാരമരേ കേന വിജാനീയാത്. അറിയുന്നവനെ എന്തുകൊണ്ടറിയും? അറിയുന്നവനെ അറിയാൻ എന്തുണ്ട്? ഉണ്ട് സ്വാമി. എന്നാ അതാണ് അറിയുന്നവൻ. ഇതല്ല, ഇത് അറിയപ്പെടുന്നതാ. അങ്ങനെ അറിഞ്ഞൂച്ച. ഞാൻ ആത്മാവിനെ അറിഞ്ഞു എന്നാരെങ്കിലും പറഞ്ഞാൽ അറിയപ്പെട്ടതല്ല ആത്മാവ്, അറിയുന്ന നീയാണ്. അപ്പം ഞാൻ അറിഞ്ഞു പറയാൻ പറ്റില്ല. അതാണ് വിജ്ഞാതാരമരേ കേന വിജാനീയാത്. അറിയുന്നവൻ എന്തുകൊണ്ടറിയും? ഇതിച്ച വാചസനേയകേ എന്ന് വാചസനേയകത്തിൽ ശുക്ല യജുർവേദത്തിൽ പറയുന്നു. അപ്പിച്ച് വ്യക്തമേവ വിദിതം തസ്മാത് അന്യദിത്യ അഭിപ്രായ. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. വിദിതം എല്ലാം വ്യക്തമാണ്, അറിയപ്പെട്ടത് വ്യക്തമാണ്. ഒന്നറിയപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അത് വിധിക്രിയയ്ക്ക് വിഷയമാകണം. വിഷയമായാൽ വ്യക്തമായി. നീ അവനെ കണ്ടുവോ? അറിഞ്ഞോ? ഓ, ഞാൻ കണ്ടു, അറിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞു, അയാളെ വീണ്ടും ഇയാളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീയല്ലേ കണ്ടു പറഞ്ഞത്. അപ്പോൾ ഉറപ്പിക്കാം ഇത് നേരത്തെ പറഞ്ഞത് വെറുതെ പറഞ്ഞാന്നുള്ളത്. കാരണം വ്യക്തമാണ്. കണ്ടാൽ വ്യക്തമായി, കേട്ടാൽ വ്യക്തമായി. അത് ചിലപ്പോൾ നമുക്കൊക്കെ പറ്റും. സ്വാമിക്കാനെ മനസ്സിലായോ? പിന്നെ അയാളെ മനസ്സിലാക്കിയിരിക്കുകയല്ലേ ഇവിടെ പണി. 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാരെ ദിവസം കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഇയാളിപ്പോൾ ഓർമ്മിച്ചിരിക്കാൻ പറ്റുമോ? അതേ സമയത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു വിഷമം വേണ്ട. പിന്നെ അറിയുമെന്ന് പറയരുത്. അറിയുമെന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞതായി. അറിയുമെന്ന് പറഞ്ഞാൽ കള്ളമാണത്. അപ്പോഴാണ് ചിലപ്പോൾ നമ്മൾ കുടുങ്ങിയപ്പോൾ അയാൾ പറയും, എന്നാന്ന് പറയൂ സ്വാമി, എവിടെ ഞാൻ? എനിക്ക് ഞാൻ തോന്നില്ലല്ലോ. തോന്നില്ലല്ലോ. ഇതാണ്. അപ്പോൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. വ്യക്തമല്ല, അറിഞ്ഞിട്ടില്ല. അവ്യക്തമായതിനെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പം അറിഞ്ഞതൊക്കെ വ്യക്തമാണ്. അപ്പോൾ വിദിതത്തിൽ നിന്ന് അന്യെന്ന് പറഞ്ഞാൽ അത് വ്യക്തത്തിൽ നിന്ന് അന്യമാണ്. ശ്രദ്ധിക്കുക. അന്യത് യത് വിദിതം വ്യക്തം തത് അന്യവിഷയത്വം, അത് അല്പം. ഇനി പറയുകയാണ്, വിദിതം വ്യക്തം ആണല്ലോ. ഈ വിദിതം വ്യക്തം അന്യവിഷയമാകുന്നുണ്ടല്ലോ. ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന് ഒക്കെ വിഷയമാകുന്നുണ്ടല്ലോ. ഉണ്ട്. വിഷയമാകുന്നുണ്ടെങ്കിൽ അത് അല്പമല്ലേ? ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിലാവണ്ടേ ഏതെങ്കിലും പ്രകാരത്തിൽ. വേണ്ട. ഞാനൊരു മുറിയുടെ ഉള്ളിലായി എന്ന് പറഞ്ഞാൽ മുറിയേക്കാൾ വലിയാക്ക മുറിയുടെ ഉള്ളിലാവാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായി പറഞ്ഞാൽ മനസ്സിൻ്റെ പരിധിക്കുള്ളിൽ, അഥവാ മനസ്സിനാൽ വിഷയീകരിക്കപ്പെട്ടതായി. അപ്പം അല്പമാണ്. അല്പം. സവിരോധം. അപ്പം അതിന് ഭിന്നമായ മറ്റൊരല്പം ഉണ്ടാവും. അതിന് ഭിന്നമായ മറ്റൊരല്പം ഉണ്ടാവും. ഇതിനെ വിരോധിക്കുന്ന മറ്റൊന്ന്. അങ്ങനെ വന്നാൽ തതഹ അനിത്യം. അപ്പം എന്തായി? അനിത്യമായി. അല്പമൊക്കെ അനിത്യമാണ്. അതയേവ അനേകത്വാത് അശുദ്ധം. അപ്പം അനേകമാണ് അല്ലേ? അനേകമല്ലേ? അനേകമാണെങ്കിൽ അശുദ്ധാണ്. അത ഏവ തദ് വിലക്ഷണം ബ്രഹ്മ. അതുകൊണ്ട് വിദിതത്തിൽ നിന്ന് ഭിന്നമാണ് പരമമായ സത്യം.
വ്യക്തമാണല്ലോ പറയുന്നത്. അപ്പോൾ ചോദ്യം, തർഹി അവിദിതം, തർഹി അവിദിതം. അങ്ങനെയാണെങ്കിൽ അവിദിതമാണ്. വിദിതത്തിൽ നിന്ന് അന്യമാണെങ്കിൽ ഉറപ്പാണെന്ത്? അവിദിതമാണ്. അറിയപ്പെട്ടതിൽ നിന്ന് അന്യമാണ് സത്യം എന്നാണ് നീ പറയണതെങ്കിൽ അറിയപ്പെടാത്തതാണ് സത്യം. എന്താ അങ്ങനെയല്ലേ? ലൗകികമായിട്ട് അങ്ങനെയാണല്ലോ. ഇപ്പം ഞാൻ ജയിച്ചോ പരീക്ഷയിൽ? ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ തോറ്റു എന്നാണല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? അതങ്ങനെ തന്നെയാണ്. അപ്പം അതാണ് വിദിതമല്ലാച്ചാൽ പിന്നെ അവിദിതാണ്. എന്താ ഇവിടെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, അവനിപ്പോഴും ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു മെയിൻ ആളാണ്, എല്ലാത്തിലും ഉള്ളവനാണ്. അങ്ങനെ പരീക്ഷ എഴുതി, റിസൾട്ട് അടുത്ത മാസം വരും, പിറ്റത്തെ മാസം വരും, പിറ്റത്തെ മാസം വരും. അങ്ങനെ എന്താ റിസൾട്ട് വരാത്ത? അത് സ്വാമി ഇപ്പോൾ കേരള ഗവൺമെൻറ്റൊക്കെ വളരെ മോശമാണ്, കോഴ്സുകളൊക്കെ റിസൾട്ട് വരണമൊക്കെ വളരെ കഷ്ടമാണ്, ഒന്നും വരുന്നില്ല. ഞാനതൊക്കെ വിശ്വസിച്ചു. കാലം കുറേ കഴിഞ്ഞു. സത്യം പറ, നിന്റെ റിസൾട്ട് വന്നോ? നീ തോറ്റോ? തോറ്റിട്ടില്ല. ജയിച്ചോ? ജയിച്ചിട്ടുമില്ല. അതായത് രണ്ടിലൊന്നും നീ ഉറപ്പിക്കുക. അതും കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത് ഞാൻ പരീക്ഷ എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ പഠിക്കാന്ന് പറഞ്ഞ് ഇവിടുന്ന് പോവും. വലിയ പരീക്ഷയ്ക്കാന്നും പറഞ്ഞിട്ട് സ്കെയിലും പേപ്പറൊക്കെ ആയിട്ട് ഇവിടുന്ന് പോവും. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വിവരം പറയുമ്പോഴത്തേക്ക് മാസങ്ങൾ അനേകം കഴിഞ്ഞു. അവൻ തോറ്റുവോ? ജയിച്ചോ? അപ്പോൾ പരീക്ഷ എഴുതിയിട്ടേ ഇല്ല. എന്താ ബിരുദം ആലോചിച്ച് നോക്കോ. ഇവിടെ ഉണ്ട്, കക്ഷി ഇപ്പോഴുണ്ട്. അതിനുമുമ്പ് കേരള ഗവൺമെൻറ്റിന് എന്തൊക്കെയാ പറഞ്ഞതെന്നാ വിചാരിച്ചത്? ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ തർഹി അവിദിതം, അത് കേവല യുക്തിയാണത്. വിദിതമല്ല ചാവിദിതം. ന വിജ്ഞാന അനപേക്ഷത്വാത് തദ്ധി അവിദിതം തദ് വിജ്ഞാനാപേക്ഷം അവിദിത വിജ്ഞാനസ്യ അവിദിത വിജ്ഞാനായ ഹി ലോകപ്രവൃത്തി ഇതന്തു വിജ്ഞാന അനപേക്ഷം കസ്മാത് വിജ്ഞാനസ്വരൂപത്വാത് നഹി യസ്യ യത് സ്വരൂപം തത് തേന അന്യതഃ അപേക്ഷ്യതേ നച സ്വത ഏവ അപേക്ഷ അനപേക്ഷമേവ സിദ്ധത്വാത് പ്രദീപഃ സ്വരൂപാഭിവ്യക്തൗ ന പ്രകാശാന്തരം അന്യതഃ അപേക്ഷതേ സ്വതഃ വാ യദ്ധി അനപേക്ഷം തത്സ്വത ഏവ സിദ്ധം പ്രകാശാത്മത്വാത് പ്രദീപസ്യ അപേക്ഷിതഃ അപി അനർത്ഥകഃ സ്യാത് പ്രകാശേ വിശേഷാഭാവാത് നഹി പ്രദീപസ്യ സ്വരൂപാഭിവ്യക്തൗ പ്രദീപപ്രകാശഃ അർത്ഥവാൻ നച ഏവം ആത്മനഃ അന്യത്ര വിജ്ഞാനമസ്തി യേന സ്വരൂപവിജ്ഞാനേ അപി അപേക്ഷ്യേത വിരോധ ഇതി ചേത് ന അന്യത്വാത് സ്വരൂപവിജ്ഞാനേ വിജ്ഞാനസ്വരൂപത്വാത് വിജ്ഞാനാനന്തരം ന അപേക്ഷതേ ഇത്യേതദസത് ദൃശ്യതേ ഹി വിപരീതജ്ഞാനാത്മനി വിപരീതജ്ഞാനം ആത്മനി സമ്യജ്ഞാനം ച ന ജാനാമി ആത്മാനമിതി ശ്രുതേശ്ച തത്വമസി ആത്മാനമേവാവേത് ഏതം വൈ തമാത്മാനം വിദിത്വാ ഇതി ച സർവത്ര ശ്രുതിഷു ആത്മവിജ്ഞാനേ വിജ്ഞാനാന്തരാപേക്ഷത്വം ദൃശ്യതേ തസ്മാത് പ്രത്യക്ഷശ്രുതിവിരോധ ഇതി ചേത് ന. അപ്പോൾ തർഹി അവിദിതം എന്നാണ് വായിച്ചത്. ന വിജ്ഞാന അനപേക്ഷത്വാത് യദ്ധി അവിദിതം തത്
വിജ്ഞാനാപേക്ഷം. അവിദിത വിജ്ഞാനായ ഹി ലോകപ്രവൃത്തി ഇദം തു വിജ്ഞാനനപേക്ഷം. കസ്മാത് വിജ്ഞാനസ്വരൂപത്വാത്. നഹി യസ്യ യദ് സ്വരൂപം തത് തേന അന്യതഃ അപേക്ഷ്യതേ ന ച സ്വത ഏവ അപേക്ഷ അനപേക്ഷമേവ സിദ്ധത്വാത്. പ്രദീപഃ സ്വരൂപാഭിവ്യക്തൗ ന പ്രകാശാന്തരം അന്യതഃ അപേക്ഷ്യതേ സ്വതഃ വാ. യദ്ധി അനപേക്ഷം തത് സ്വത ഏവ സിദ്ധം. പ്രകാശാത്മത്വാത് പ്രദീപസ്യ അപേക്ഷിതഃ അപി അനർത്ഥകഃ സ്യാത് പ്രകാശേ വിശേഷാഭാവാത്. നഹി പ്രദീപസ്യ സ്വരൂപാഭിവ്യക്തൗ പ്രദീപപ്രകാശഃ അർത്ഥവാൻ ന ച ഏവം ആത്മനഃ അന്യത്ര വിജ്ഞാനമസ്തി യേന സ്വരൂപവിജ്ഞാനേ അപി അപേക്ഷ്യേത. അപ്പോൾ വിദിതമല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവിദിതമാണല്ലോ, അറിയപ്പെടാത്തതാണല്ലോ. എന്നാ അതുമല്ല, അറിയപ്പെട്ടതല്ല, അറിയപ്പെടാത്തതുമല്ല. എന്തുകൊണ്ട്? വിജ്ഞാന അനപേക്ഷത്വാത്. വിജ്ഞാനത്തെ അറിയുക എന്ന് പറഞ്ഞ പ്രക്രിയയെ അപേക്ഷിക്കാത്തതുകൊണ്ട്. അറിയപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് അറിയുക എന്ന് പറഞ്ഞ പ്രക്രിയ. അറിയപ്പെടുക എന്ന് പറഞ്ഞ പ്രക്രിയ വേണമെങ്കിൽ അത് അറിയപ്പെടുന്നതിനെ സംബന്ധിച്ചാണ്, അറിയുന്നവനെ സംബന്ധിച്ചല്ല. അതുകൊണ്ട് വിജ്ഞാനാപേക്ഷ ഇല്ല അവിടെ. അപ്പോൾ ആത്മാവിനറിയാൻ എത്ര കാലം പരിശ്രമിക്കണം എന്ന് ചോദിച്ചാൽ, ആത്മാവ് അറിയേണ്ടതല്ല എന്നറിയുന്നത് വരെ പരിശ്രമിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതുവരെ നമ്മൾ അറിയാൻ വേണ്ടി ഓട്ടത്തോടോട്ടമാണ്. ആശ്രമങ്ങൾ തോറും, സ്വാമിയന്മാരുടെ അടുത്തേക്ക്, അമ്പലത്തിലേക്ക്, ഹിമാലയത്തിലേക്ക്, തീർത്ഥങ്ങളിലേക്ക്. എന്താ നീ ഓടുന്നത്? അറിയാനാണ്. എന്തറിയാൻ? എന്നെ ഒന്ന് അറിയാനാണ്. എടേ, നീ എന്നെ അറിയാൻ നീ അവിടെ ഇരിക്കുക ഒരു സ്ഥലത്ത്. അവിടെ നീ അവിടെ മരം കാണാൻ കാട്ടു പോയാൽ നല്ലത്, പള്ളിപ്പടർപ്പ് കാണാൻ കാട്ടു പോയാൽ നല്ലത്. പുഴ കാണാൻ പുഴയുടെ അടുത്ത് തന്നെ പോകണം, ഇവിടെ ഇരുന്നാൽ പോരാ. നിന്നെ കാണാൻ നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം? ഈ ഓട്ടോക്കെ ഒന്ന് നിൽക്കട്ടെ. അപ്പോൾ ഒരാൾ പറയും, സ്വാമി ഓട്ടോ നിന്നിട്ടില്ല, ഓടിക്കോളൂ. ഏതുവരെ ഓടണം? ഓട്ടം നിൽക്കണവരെ ഓടണം. ഇനി അപ്പോൾ അറിയണവരെ, എന്തറിയണവരെ? ഓടി എത്തേണ്ടതല്ല എന്ന് അറിയണവരെ. അത്രയേ ഉള്ളൂ. പരഞ്ജിഖാനി വിതരണ സ്വയംഭൂ തസ്മാത് പഴാങ് പശ്യതിനാന്തരാത്മൻ. നേരത്തെ പറഞ്ഞു, കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുരമൃതത്വമിച്ഛൻ. നേരത്തെ പറഞ്ഞതാണ്. അവിദിത വിജ്ഞാനായ ഹി ലോകപ്രവൃത്തി. അറിയാത്തതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ലോകപ്രവൃത്തി മുഴുവൻ. ലോകപ്രവൃത്തി മുഴുവൻ അറിയാത്തതിനെ അറിയാൻ വേണ്ടിയിട്ടാണ്.
ഇതം തു വിജ്ഞാന അനപേക്ഷം. ഇതാകട്ടെ അറിയുക എന്ന് പറഞ്ഞ പ്രക്രിയയ്ക്ക് വിഷയമല്ല, അറിയപ്പെടേണ്ടതല്ല. അറിയപ്പെടേണ്ടതല്ല. കസ്മാത് എന്തുകൊണ്ട്? അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഉപനിഷത്ത് തന്നെ ബ്രഹ്മവിജിജ്ഞാസസ്വ, ബ്രഹ്മത്തെ അറിയാൻ ഇച്ഛിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തന്വേഷ്ടവ്യം, അതിനെ അന്വേഷിക്കപ്പെടേണ്ടതാകുന്നു, അറിയപ്പെടേണ്ടതാകുന്നു, അറിയാൻ പരിശ്രമിച്ചോളൂ എന്നൊക്കെ ഉപനിഷത്ത് പോലും പറയുന്നുണ്ടല്ലോ. ശരിയാണത്, പറയുന്നുണ്ട്. എത്ര കാലം വരെ? അറിയണമെന്നിച്ഛിച്ച് ഉള്ള കാലത്തോളം പറയുന്നുണ്ട് നീ അറിയാൻ പരിശ്രമിക്കണമെന്ന്. പക്ഷേ അറിയുമ്പോൾ അറിയും എന്ത് ഇത് അറിയേണ്ടതല്ല. അത്രേ ഉള്ളൂ. ആരാ അറിയേണ്ടതല്ല എന്നറിയും. ഇതാണ് വിജ്ഞാനസ്വരൂപത്വാത്. വിജ്ഞാനസ്വരൂപമായതുകൊണ്ട്, വിജ്ഞാനസ്വരൂപമായതുകൊണ്ട് വിജ്ഞേയമല്ല. ജ്ഞേയം ഒരിക്കലും ജ്ഞാതാവാകാൻ വയ്യ, ജ്ഞാതാവിന് ഒരിക്കലും ജ്ഞേയമാകാനും വയ്യ. അപ്പൊ വിജ്ഞേയ സ്വരൂപത്വാത്. ഒന്ന് നോക്കൂ, ആരെങ്കിലും ഒന്ന് നോക്കൂ.